റിവിറ്റ് ആർക്കിൻ്റെ ഒരു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓട്ടോകാഡ് എക്സൽ ഫയൽ എങ്ങനെ ഉണ്ടാക്കാം, ഈ ഫയലിൽ എക്സൽ ഫയലിൻ്റെ ഉപയോഗം എന്താണ്, ഇതെങ്ങനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ ഫയലായിട്ടാണ് എക്സൽ ഫയൽ യൂസ് ചെയ്യുന്നത്. ആ ഫയലിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. എന്നിട്ട് ആ ഫയലാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, അതായത് ആർക്കിടെക്ട്, സ്ട്രക്ചറൽ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, AC, ആ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ആ മെയിൻ ഡ്രോയിങ്ങാണ് അറ്റാച്ച് ചെയ്തിട്ട് അതിലാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എക്സൽ ഫയൽ ആദ്യം ഉണ്ടാക്കി വെച്ചത് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അതിനുവേണ്ടി കമാൻഡാണ് XR. ഓക്കെ, എന്നിട്ട് ആ ഫയൽ അറ്റാച്ച് ചെയ്യണം, ലൊക്കേഷൻ. ഓക്കെ, എക്സൽ ഫയൽ ഓക്കെ കൊടുക്കുക. ഓക്കെ, എക്സൽ ഫയൽ വന്നിട്ടുണ്ട്. കാണണമെങ്കിൽ മൂവ് ചെയ്ത് നോക്കുക. ഇതാണ് എക്സൽ ഫയൽ. ഇതിനെന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്തെങ്കിലും സർക്കിൾ ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ഒറിജിനൽ ഫയൽ ലൊക്കേഷന് വരിക. ഓക്കെ, ഇവിടെ ചോദിക്കുന്നുണ്ട് റീലോഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് എക്സൽ ഫയൽ റെഡിയാക്കുന്നത്. പിന്നെ ഇത് ലെയറും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് എക്സൽ ഫയൽ. അതിൻ്റെ അകത്ത് ഗ്രിഡ് വേണ്ടെങ്കിൽ ഗ്രിഡ് ഓഫായി. പക്ഷെ നമ്മൾ അതെല്ലാം ലെയറിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലേ അത് കൺട്രോൾ ആവത്തുള്ളൂ. ഓഫ് ചെയ്യണമെങ്കിലും ഓൺ ചെയ്യണമെങ്കിലും ലെയറിൽ തന്നെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. വീണ്ടും ഈ സർക്കിൾ വേണ്ടെങ്കിൽ വീണ്ടും എക്സൽ ഫയൽ വരിക, ഇവിടെ ഡിലീറ്റ് ചെയ്യുക. പിന്നെ സമയത്ത് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈസ് എക്സ്റ്റെൻഡ് ചെയ്തെങ്കിൽ ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. വീണ്ടും ഫയൽ വരിക, ഇവിടെ അപ്ഡേറ്റ്. ഓക്കെ, ഓട്ടോമാറ്റിക് എക്സൽ ഫയൽ വലുതായോളും. അതനുസരിച്ച് ഈ ഡ്രോയിങ് എവിടെയൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ഓട്ടോമാറ്റിക് ഇത് മാറിയോളും. ഇങ്ങനെയാണ് എക്സൽ ഫയൽ അറ്റാച്ച് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.